നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാ ഇരിക്ക്. ചായ കുടിച്ചോ രണ്ടാളും? കുടിച്ചെങ്കിലേ. എന്താ നിങ്ങളെ അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു? എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. ഇന്നലെ രാത്രി CKC എന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പൊ തോന്നിയൊരു ഐഡിയ ആണ്. എന്താ ഐഡിയ? നാളെയല്ലേ ഡൽഹിയിൽ ഓൾ ഇന്ത്യ ബിൽഡേഴ്സ് കോൺഫറൻസ് നടക്കുന്നത്? അതെ, നാളെയാ. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രതിനിധിയായി കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് പ്രണവായിരിക്കും. ഞാനോ? അതെങ്ങനെ നടക്കും? അതെന്താ? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ യഥാർത്ഥ ഉടമ നീയല്ലേ? അത് അങ്കിളിനും അറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം. പക്ഷേ എന്റെ വീട്ടിലുള്ളവർ സമ്മതിച്ചേരണ്ടേ? യഥാർത്ഥ ഉടമ ആരെന്ന് എല്ലാരെ കൊണ്ട് അംഗീകരിക്കാനും അതൊന്ന് അടിവരയിടാനും വേണ്ടിയാ പ്രണവ് തന്നെ ആ കോൺഫറൻസിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞത്. അങ്കിളും ആന്റി എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈശ്വരമംഗലം ഗ്രൂപ്പും ഈശ്വരമംഗലം വീടും വിട്ടിറങ്ങിയതോടെ എല്ലാം സ്വന്തമാക്കി കഴിഞ്ഞു എന്ന പ്രതീക്ഷയിലിരിക്കുകയാണ് ഗൗതമൻ നിധിയും. ആ പ്രതീക്ഷകളെ ഒന്ന് തെറ്റിക്കണം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ബിസിനസ് സംബന്ധമായ എല്ലാ മീറ്റിങ്ങുകളിലും നിങ്ങളുടെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് പോകേണ്ടത് പ്രണവായിരിക്കണം. അല്ല, അതിന് ഗൗതം അതിന് സമ്മതിക്കണ്ടേ നിങ്ങളെ? അതിന് ഗൗതമിന്റെ സമ്മതം വാങ്ങിയിട്ടല്ലോ പ്രണവ് ഡൽഹിക്ക് പോകുന്നത്. പക്ഷേ ഞാനാണ് കമ്പനിയുടെ MD എന്ന് പറഞ്ഞ് വെറുതെ കോൺഫറൻസിൽ ചെന്ന് കയറാൻ പറ്റത്തില്ലല്ലോ. അതിന് ചില ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. അതൊക്കെ ഓഫീസിലിരിക്കുക. ഡോക്യുമെന്റിന്റെ കാര്യമൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. നീ ഡൽഹിക്ക് പോകാൻ തീരുമാനമെടുത്താൽ മാത്രം മതി. നിനക്ക് വേണ്ട ഡോക്യുമെന്റ്സ് യാത്ര പുറപ്പെടാൻ നേരം നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കും. അതുമാത്രമല്ല, നഷ്ടപ്പെട്ടു എന്ന് നീ കരുതുന്ന നിന്റെ സകല സ്വത്തുക്കളും തിരിച്ചു കിട്ടാൻ ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് വഴി ആന്റി? ഡൽഹിയിൽ ചെന്ന് മീറ്റിംഗ് കഴിഞ്ഞാ നീ ഒരാളെ കാണാൻ പോണം. അഡ്വക്കേറ്റ് ഓം പ്രകാശ്, അറിയോ ആളെ? നേരിട്ട് പരിചയമൊന്നുമില്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്റെ പല കേസുകൾക്കും സുപ്രീം കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നത് ഓം പ്രകാശ് സാറാ. നീ സാറിനെ പോയൊന്ന് കാണണം. സുപ്രീം കോടതി പോയിട്ടായാലും നിനക്ക് അവകാശപ്പെട്ടതെല്ലാം ഓം പ്രകാശ് സാറ് വാങ്ങിത്തരും പ്രണവേ. അതും നിയമപരമായിട്ട് തന്നെ. ഞാൻ പറഞ്ഞല്ലോ അങ്കിളെ, കേട്ടിട്ടുണ്ട് ഒരുപാട് ഈ പറഞ്ഞ ഓം പ്രകാശ് വക്കീലിനെ പറ്റി. ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളാണെന്നൊക്കെ. പുള്ളിയൊക്കെ മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ അങ്കിളെ? അതൊക്കെ നീ ഞങ്ങൾക്ക് വിട്ടേക്ക്. നീ ജയിക്കാൻ വേണ്ടി എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ വാരി എറിയും പ്രണവേ. നീ ജയിക്കണം, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നീ നാളെ ഡൽഹിക്ക് പോകാൻ തയ്യാറാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതിപ്പോ കോൺഫറൻസിനായാലും ശരി, വക്കീലിനെ കാണാനായാലും ശരി, ഓഫീസിൽ നിന്ന് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ടി വരുമല്ലോ. പ്രണവ്, ഓഫീസിൽ പോയി ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വാ. നടക്കുന്ന കാര്യമല്ല ശിവാനി അത്. ആ ടെൻഷൻ വിട്ടേക്കെന്ന് പറഞ്ഞില്ലേ? എല്ലാ ഡോക്യുമെന്റ്സും നിന്റെ കയ്യിൽ വന്നിരിക്കുന്ന CKC പറഞ്ഞില്ലേ? അതെങ്ങനെയെന്നാ? അതെന്താ ഇപ്പൊ അങ്ങനൊരു ചോദ്യം? നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്, എന്നാലും ഈ ഒരെന്നാലും ഇല്ല. ചെല്, അത്യാവശ്യം കൊണ്ടുപോകുന്ന ഡ്രസ്സും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്യും. ചെന്ന് പ്രണവിനെ ഒന്ന് സഹായിക്കും ശിവാനി. ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പ്രണവേ, ഇതൊരു നല്ല അവസരമായിട്ട് കണ്ടാ മതി. നമുക്ക് വേഗം എല്ലാം റെഡിയാക്കാം. നിങ്ങൾ പറയുന്ന കേട്ട ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തു കൊടുക്കുമെന്ന് ഞാൻ വീമ്പിളക്കിയത് നടക്കൂല അല്ലേ? നോ ഡൗട്ട്. ആ ഡോക്യുമെന്റ്സ് അവന്റെ ഓഫീസിൽ നിരക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. സാറ് കയറി അങ്ങ് കിടന്നോ? ഭക്ഷണം ഒന്നും കഴിക്കാൻ ഉദ്ദേശമില്ലേ? കുറച്ച് കഴിയിട്ട് നിധി.
എനിക്കിപ്പോ വിശപ്പില്ല. വിശപ്പില്ലെന്നോ? അതെന്ത് പറ്റി എന്റെ മോന്? എന്താന്നറിയില്ല, നെഞ്ചിലെന്തോ ഒരു ഭാരം പോലെ. നോക്കട്ടെ, നെഞ്ചിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ഇല്ലല്ലോ, എനിക്കൊരു കുഴപ്പം തോന്നുന്നില്ല. നെഞ്ചിനകത്ത് നിന്ന് നിധി നിധി എന്നൊരു വിളി മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പൊ എന്താ തോന്നുന്നത്? എന്റെ ജീവിതത്തിലെ സ്വർഗം എന്ന് പറയുന്നത് ഈ നെഞ്ചിടമാണ് ഗൗതം. ഇവിടെ ഇങ്ങനെ മുഖം ചേർത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസവും സുരക്ഷയും സന്തോഷവും എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തു നിന്നും കിട്ടില്ല. ഗൗതം, ഞാനൊരു കാര്യം ചോദിച്ചാ ഗൗതം ദേഷ്യപ്പെടുവോ? എന്താ ദേഷ്യപ്പെടുവോ അത് പറ. ആ, അത് ആപേക്ഷികമാണ്. പറയുന്ന കാര്യത്തിനനുസരിച്ചിരിക്കും ദേഷ്യപ്പെടുവോ ഇല്ലയോ എന്നുള്ളത്. ആ, എങ്കിൽ പറയുന്നില്ല. ദേഷ്യപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ ഞാൻ പറയുന്നുള്ളൂ. ആ, അപ്പൊ ഒരു കാര്യം തീർച്ചയായി പറയാൻ പോകുന്നത് ദേഷ്യപ്പെടാനുള്ള കാര്യമാണ്. അങ്ങനൊന്നുമില്ല. ആ, എന്നാ പിന്നെ ഞാൻ ദേഷ്യപ്പെടുന്നില്ല, പറഞ്ഞു.